രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞതാ ഒരു 5 മിനിറ്റ് പുറത്തൊക്കെ നോക്കി നിൽക്കും. ഇവിടുത്തെ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോണത്. ഓൾറെഡി എൻ്റെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോളും മോനൊക്കെ പോയി. ഇനി ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആവണം കേട്ടോ. ഇന്ന് ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷന് പോകണം. 7:30 ആകുമ്പോഴേക്കും ട്യൂഷൻ സെൻറ്ററിൽ എത്താനുണ്ട്. അപ്പോൾ വേഗം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ദോശയും സോയാബീൻ ചങ്ക്സ് ആണ് കേട്ടോ. സ്കൂളിലേക്ക് കുട്ടികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ രാവിലെ രണ്ടിനും കൂടി ഒരുമിച്ച് ഉണ്ടാക്കല്. ബ്രേക്ക്ഫാസ്റ്റിനും അവർക്ക് ഉച്ചക്കത്തെ ലഞ്ചിനും കൂടെ ഒരുമിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ചായ, ഇന്ന് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. സാധാരണ ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷെ ഇന്ന് ഇത് എരിവുള്ള സാധനം ആയതുകൊണ്ട് അപ്പോൾ വെള്ളം കുടിക്കാനൊരു മടി, ചായ കുടിക്കാനൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ദോശയും ചായയും നമ്മുടെ സോയാബീനും വരട്ടിയതും കൂടി എടുത്തതാണ്. ഞാൻ പുറത്ത് വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം കഴിച്ച് എന്നിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. ഇനി നേരെ ട്യൂഷൻ സെൻറ്ററിലേക്ക് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള മെയിൻ റോട്ടിലാണ്. അപ്പോൾ എല്ലാവരും പോയതാണ്, ഞാനും കൂടി പോകാനുള്ളൂ. ഞാൻ പോകാൻ വേണ്ടി റെഡി ആവാൻ നിൽക്കുന്നു. മോൻ മദ്രസയിൽ പോയിട്ടുള്ളൂ. അവൻ തിരിച്ച് വന്നിട്ട് പിന്നെ പോകുന്നത്. അതുവരെ ഞാൻ പൂട്ടിയിട്ട് തറവാട്ടിൽ താക്കോൽ കൊടുത്തിട്ട് ഞാൻ പോകും ട്യൂഷന്. അങ്ങനെ ട്യൂഷന് പോവാണ് കേട്ടോ. പോണ സമയത്ത് ഒന്നുകൂടെ തിരിഞ്ഞ് ഞാൻ വീടൊക്കെ നോക്കി. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പഴുക്കാനായിക്കണോ, അത്യാവശ്യം ഒരു 10-15 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഴുക്കാനായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി തിരിച്ചതാ എൻ്റെ കാട്ടിനുള്ളിലൂടെ ഞാൻ റോട്ടിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീടിനോട് യാത്ര പറഞ്ഞ് ഞാൻ പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ചുറ്റും കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ VMK, നമ്മുടെ വാക്കാട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തി. അപ്പുറത്ത് ഒരു ഗ്യാസും ഇപ്പുറത്ത് പെട്രോൾ പമ്പും, അതിന് തൊട്ടിപ്പുറത്ത് നമ്മുടെ ട്യൂഷൻ സെൻറ്ററും പേജ്. ഇവിടെയാണ് ഈ വർഷം പോകുന്നത്. ഇവർ തന്നെ ഉണ്ണിയാലിലുണ്ട്, അവിടെ ഞാൻ തന്നെയാണ് പോകുന്നത്. ഇന്ന് എക്സാമാണ് പിള്ളേർക്ക്. അപ്പോൾ ഇന്ന് എക്സാം ഡ്യൂട്ടിയാണ്. മക്കളൊക്കെ 10ാം ക്ലാസ്സിൻ്റെ പിള്ളേരാണ്. അവരങ്ങനെ എക്സാം എഴുതുന്നുണ്ടായിരുന്നു. ജസ്റ്റ് വീഡിയോ അങ്ങനെ എടുത്തു. അങ്ങനെ ഇറങ്ങി വീണ്ടും സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കത്തിക്കാൻ സ്റ്റോപ്പിലേക്ക് വന്നതാണ് 8:30 ആയപ്പോഴേക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ബസ്സൊക്കെ എനിക്ക് മിസ്സായി. ഇന്ന് വീട്ടിയും ബിഗ് ബോസും ഒന്നും കിട്ടിയില്ല, മലബാറും കിട്ടിയില്ല. ലാസ്റ്റ് മീക്കാത്താന്ന് തോന്നുന്നു കിട്ടിയത്. അതിൻ്റെ അകത്ത് ഞാനിതിങ്ങനെ പോവുകയാണ് സ്കൂളിലേക്ക്. ഇന്നിപ്പോൾ ഡ്രീമും തൊയ്ബയും ഒന്നും കിട്ടുന്ന മട്ടില്ല. ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് തൊയ്ബ കിട്ടാറേ ഇല്ല. രാവിലെ മോർണിംഗ് ക്ലാസ്സും ഒക്കെ ആയിട്ട് ഞാൻ നേരത്തെ പോകുന്നത് കൊണ്ട് ഒന്നും കിട്ടാറില്ല. പിന്നെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഡ്രീം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഡ്രീം കിട്ടിയില്ല. ഞാനൊരു വേറെ ബസ്സിൽ കയറിപ്പോയി വയലത്തൂർ ഇറങ്ങി. അവിടുന്ന് ഡ്രീമിലാണ്, അവിടുന്ന് ഞാൻ ഡ്രീം കിട്ടി. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളെ സ്ഥിരം ഉള്ള കാഴ്ചകളിലൊന്നാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്, അതുപോലെ നമ്മളെ സ്കൂൾ ഗ്രൗണ്ട്. സ്കൂളിലെത്തി ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ തണുത്ത് മരവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ കൂടെ നവ്യ ടീച്ചർ ഉണ്ടായിരുന്നു. നവ്യ ടീച്ചർ അപ്പം ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് പോയത്. ഇത് നമ്മളെ ബിജു വർഗീസ് സാറ്. അപ്പോൾ സാർ എന്തോ കാര്യത്തിന് അങ്ങോട്ട് പോകുന്നപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു. അതിൻ്റെ കൂടെ നമ്മളെ വഹാബ് സാറിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചു. അങ്ങനെ സ്കൂൾ വിടാൻ സമയമായി. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഡേ മൈ ലൈഫ്, സ്കൂൾ ലൈഫ്. ഓക്കെ, ബൈ ബൈ, സീ യു.